ഇത് ഞങ്ങൾ കർക്കിടക സംക്രാന്തിക്ക് എടുത്ത വീഡിയോ ആണ്. അച്ഛൻ വൈകിട്ട് വരുമ്പോ ബീഫ് വാങ്ങി കൊണ്ടുവന്നുട്ടാ. അത് വെക്കണ കുഞ്ഞേ വീഡിയോ ആണ്. ആദ്യം ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക. അയ്യോ, വെളിച്ചെണ്ണ അല്ല കേട്ടാ, ഞങ്ങൾ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. എന്താ വില സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുമോ? ഞങ്ങൾ മീൻ കറിക്കും മേൽ തേക്കാനും കേട്ടാ വെളിച്ചെണ്ണ എടുക്കാറ്. അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പെരിഞ്ചീരകം ഇട്ടിട്ട് നമുക്ക് വഴറ്റെടുക്കാം. അമ്മ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന പകരം തക്കാളിയാണ് ഇട്ട് അമ്മ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ആ തക്കാളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമായിട്ട് ഇടുന്ന പോലെ അമ്മ അഭിനയിച്ചു. എല്ലാതും കൂടി മിക്സ് ചെയ്യുക. അവിടെ മൊത്തം മണം പരന്നു കേട്ടാ. അകത്തിരുന്ന ചേട്ട അടുക്കളയ്ക്ക് ഓടി വന്ന് പറയാ നല്ല മണം. അങ്ങനെ ഫസ്റ്റ് ചട്ടിയിലേക്ക് ഇട്ട തക്കാളി പിന്നെയും ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയിലിട്ടു. പിന്നെ പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ വഴറ്റിയ സവോളയ്ക്ക് മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇടുക. പിന്നെ അത് വഴറ്റുക. അങ്ങനെ വഴറ്റി മുളകും പൊടിയുടെ ഉഴായി. പിന്നെ ഗരം മസാലയുടെ ഉഴത്തി. പിന്നെ അതിലേക്ക് മീറ്റ് മസാല ഇട്ടു. പിന്നും വഴറ്റുക. അങ്ങനെ വഴറ്റി പൊരിഞ്ഞ് വന്നപ്പോൾ എനിക്കുള്ള മസാല മാറ്റി വെച്ചുട്ടാ. ആദ്യം വേവിച്ച് മാറ്റി വെച്ച ബീഫ്, പിന്നെ ബീഫിൻ്റെ ഒപ്പം കായ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഉപ്പ്, വേവിച്ച ബീഫ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കും. അങ്ങനെ അതെല്ലാം ഇളക്കിയിട്ട് എല്ലാതും യോജിപ്പിക്കുക. പിന്നെ കുറച്ച് മല്ലിയിലിടുക. എന്നിട്ട് പിന്നും ഇളക്കുക. അങ്ങനെ കറി തളിച്ച് കുറുകി വന്നപ്പോൾ ചേട്ടന് രുചി നോക്കാൻ കൊടുത്തു കേട്ടാ. പുറത്ത് നല്ല മഴയാട്ടാ. കറിയൊക്കെ വെച്ച് വന്നപ്പോൾ നേരം വഴുകി അച്ഛന് വേഗം ചോറ് കൊടുത്തുട്ടാ. ഇത് കണ്ടാ പറയോ ഞങ്ങള് പറഞ്ഞിട്ട് അഭിനയിക്കണത് തോന്നോ? എന്താ അഭിനയില്ലേ? അതാണ് ഞങ്ങൾ അച്ഛൻ വാസുച്ച. കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.